മാലിക്കൂ, നീ എന്താ ഇങ്ങനെ എപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കണ്? പുസ്തകം വായിക്കുന്നതല്ല, അതിലും വലിയ കാര്യങ്ങൾ ഇത് അവിടെ ഉണ്ട്. ഇതാ തേനീച്ചയുടെ കാര്യം നോക്ക്. ഇതാ തേനീച്ച എങ്ങനെ ജീവിക്കുന്നു നോക്ക്. പക്ഷികൾ, ഇതാ ഈ മരം എങ്ങനെയായി രണ്ട് കൊമ്പായിട്ട് ഇങ്ങനെ പിരിഞ്ഞത്. അതോ ഈ ചില മരം അതാ നേരെ നിൽക്കുന്നു, ചിലത് വളഞ്ഞു പോകണം. ഇതൊക്കെ എന്താണെന്നൊക്കെ ഇതാ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ നോക്ക്. ഞാനൊക്കെ വായിച്ചിട്ട് 9ാം ക്ലാസ് വരെ ഞാൻ വായിച്ചിരുന്നില്ല. ടീച്ചർ ടീച്ചർ ചീത്ത അറിയുന്നതാണ് എനിക്കിഷ്ടം. കാരണം ആ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നു, ഞാൻ മാത്രം പഠിക്കാത്ത. അപ്പോൾ എന്നെ ഒരു നോട്ടമിട്ടായിരുന്നു. അവർക്ക് എഴുതാമെന്നല്ലാണ്ട് വിളിക്കില്ല. എന്നാലും എനിക്ക് വായിക്കുന്നതിനേക്കാൾ സുഖം അതിൽ നിന്ന് കിട്ടുമായിരുന്നു. ഒരു ദിവസം ടീച്ചർ ഇങ്ങനെ വന്നിട്ട് ഒന്നും പറയുന്നില്ല. ഇപ്പം കിട്ടും ഇപ്പം കിട്ടുന്നതെന്ന് നോക്കിയിരുന്നിട്ട് എവിടെ ഒന്നും പറയുന്നില്ല. അപ്പം എന്താണാവോ? അപ്പോൾ ടീച്ചർ തന്നെ എന്നോട് ചോദിച്ചു, ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തേ എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നു. അപ്പം ഞാൻ ഒന്നുമില്ല, ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം നോക്കുമ്പോൾ ഒന്നും തരുന്നില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ചന്ദനക്കുറി ഉണ്ട് ഇത്. അപ്പം ഇന്ന് പിറന്നാളാണ് തോന്നുന്നു. പിറന്നാളിന് എല്ലാവർക്കും സദ്യ കിട്ടും. എനിക്ക് ആ സാദാ ചോറും കൂടി അന്ന് കിട്ടിയില്ല. അതായത് അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൊല്ലം മൊത്തം പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആ ദിവസം ടീച്ചറൊന്നും മിണ്ടിയില്ല. പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ 10ാം ക്ലാസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ആഘോഷമായിട്ട് നടക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണിത്? പരീക്ഷ അടുത്ത ആയി. അപ്പോൾ അവർക്ക് ഇനി അയ്യോ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ 10ാം ക്ലാസ്സിലേക്ക് എത്തുമോ? അങ്ങനെ ഞാനൊരു 2 മാസം കൊണ്ട് എന്തൊക്കെയോ പഠിച്ച് കണക്ക് ഒക്കെ കാണാപ്പാഠം പഠിച്ചു. അന്നൊക്കെ കണക്ക് ആ വഴിക്കണക്കൊക്കെ അതിൽ നിന്നുള്ള ആ ടെക്സ്റ്റിൽ നിന്നുള്ളത് മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ അത് കാണാതെ പഠിച്ചിട്ട് എങ്ങനെയൊക്കെ. പിന്നെ എന്താ ചാക്കിരി പാസ്സൊക്കെ ഉണ്ട്. ചാക്കിരി അഹമ്മദ് കുട്ടി മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു കാണും, ഇങ്ങനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ കുറേ തസ്തിക ഇനിയും വരും, കുറേ ചിലവുകളാണ് ഗവൺമെൻറ്റിന്. അപ്പോൾ എല്ലാവരും പാസ്സാക്കിയിട്ട് അങ്ങനെ പോട്ടെ, ഒരു 10ാം ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും കൃഷി എന്തൊക്കെ ആയിട്ട് ജീവിക്കും. പക്ഷേ ഇന്ന് കൃഷി ഇല്ല കേട്ടോ. ഇന്നെല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ആയി. അതുകൊണ്ട് ആ പ്രതീക്ഷയും വേണ്ട. അപ്പം അങ്ങനെ ഞാനങ്ങനെ ഇരുന്ന് 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി നന്നായി പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഇത്തിരി നീളമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ തടിയില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ വളഞ്ഞു കുത്തി ഫ്രണ്ടിൽ പോയിരുന്ന് ഞാൻ ആ കൊല്ലം നന്നായിട്ട് പഠിക്കുക. അതൊക്കെ ആ കൊല്ലം പരീക്ഷയ്ക്ക് മാർക്ക് വന്നപ്പോൾ ഞാൻ, അതായത് 8ാം ക്ലാസ്സിലത്തും പഠിക്കണം, 9ത്തും പഠിക്കണം, 10ൽ ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല. അപ്പോൾ അതും പഠിക്കണമോ? അതൊക്കെ ഭയങ്കര കട്ടി ബുക്കുകൾ. ഞാനാണെങ്കിൽ അത് തൊട്ട് നോക്കിയിട്ടുമില്ല. അതൊക്കെ ഞാൻ ഏപ്രിൽ മെയ് മാസത്തിൽ ഒക്കെ പഠിച്ച് റെഡിയാക്കി എടുത്ത്, അതേപോലെ മുൻകൂട്ടി വരുന്ന പാഠങ്ങളും ഞാൻ വായിച്ച്. അങ്ങനെ കാക്കൊല്ല പരീക്ഷയ്ക്ക് എത്രയോ പഠിപ്പിസ്റ്റുകൾ എഴുതാത്തൊരു ഉത്തരം ഞാനങ്ങോട്ട് എഴുതി. അതിൽ ഞാനങ്ങോട്ട് ഫേമസായി. ആരാണ് ലൈല എന്ന് എല്ലാവരും ചോദിച്ചു വന്നു. എൻ്റെ മുഖം കാണുമ്പോൾ അവരിങ്ങനെ ഇതായിട്ട് പോകും, ഒരു നാണക്കേടായ പോലെ. ഞാനാണല്ലോ അത് എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി അങ്ങനെയൊക്കെ പഠിച്ച്. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ വായന മാത്രമേ ഉള്ളായിരുന്നു, വേറെ ഒരു സോഴ്സും അന്നില്ല. അതുകൊണ്ട് തന്നെ വായന എല്ലാവരും സംസ്കാരം ആണ്, നമ്മുടെ സംസ്കാരമാണ് വായന എന്നൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പം എന്ത് സംസ്കാരം? ഇപ്പം ടി വി ആയിട്ടും കമ്പ്യൂട്ടറായിട്ടും മൊബൈലായിട്ടും എല്ലാത്തിലും പല അറിവുകളല്ലേ. ഈ വായന തന്നെ. എന്നാൽ പണ്ടത്തെ താളിയോല എന്തേ സംസ്കാരമായിട്ട് കൊണ്ടു നടക്കാൻ ആരും? അതിന് കമ്പനി ഇല്ല. അതൊക്കെ വീട്ടിൽ കുടിൽ വ്യവസായം പോലെ നടത്തുന്ന ഈ ഓല വിഴുങ്ങിയിട്ട് അത് ഉണക്കിയിട്ട് അതിലാണ് എഴുതിയിരുന്നത്. അതിന് വലിയ ചിലവുണ്ടായില്ല. ഇപ്പോഴത്തെ ഈ പുസ്തകത്തിൻ്റെയും അതുപോലെ വായനയുടെയും പത്രത്തിൻ്റെയൊക്കെ കമ്പനികളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ ആകെ എല്ലാം നശിക്കൂലേ. അപ്പോൾ അത് വെച്ചിട്ട് അവർ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ പണ്ടത്തെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, വെളിയിൽ വെളുക്കിയിരിക്കുക, മറക്കിയിരിക്കുക. പണ്ടൊക്കെ ഞങ്ങൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഓടിയിട്ട് വളഞ്ഞ തെങ്ങ് നോക്കിയിട്ട് ആരാ ഫസ്റ്റ് എന്ന് വെച്ചാൽ നല്ല തെങ്ങ് നോക്കിയിട്ട്. പിന്നെ ആലോചിച്ചപ്പോൾ 8-9 വയസ്സാണെന്ന്. അപ്പോൾ ആലോചിച്ചപ്പം ഭയങ്കര ആ തേങ്ങ ഇടുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ. അങ്ങനെ ഞങ്ങളൊരു പൂച്ച മണ്ണിടും പോലും കൂടി ഞങ്ങളിടില്ല. അങ്ങനെ ആ മരം വെട്ടിയപ്പോൾ എല്ലാവരും കരഞ്ഞ്. ഞാൻ കരഞ്ഞില്ല. ആ ദുഃഖം എൻ്റെ ഉള്ളിലവിടെ കിടക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെ. അന്ന് ആ കരിമ്പ് ഞങ്ങൾ ആരും കഴിച്ചില്ല. ദുഃഖം കൊണ്ടാണെന്നാ വിചാരം. അല്ല, ഞങ്ങൾ കുറേ വേസ്റ്റ് അത് തിന്നതല്ലേന്ന് കരുതിയിട്ട് 10-12 വയസ്സായപ്പോഴാണ് ഇത് മുറിച്ചത്. അങ്ങനെ ഞങ്ങളാരും കഴിച്ചില്ല.
അപ്പോൾ ഇങ്ങനത്തെയാണ് അവസ്ഥ. അന്നൊന്നും കക്കൂസ് എന്ന് പറഞ്ഞതില്ല, ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കെന്ന് വെച്ചാൽ വലിയ സെറ്റപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു കക്കൂസൊക്കെ ഉണ്ടായിരുന്നു, പുറത്ത് ടാങ്ക്, ഓപ്പൺ ടാങ്ക്. ആ ടാങ്ക് അങ്ങനെ അടുത്തൊരു വീട്ടുകാർ വന്നപ്പോൾ അവർക്ക് ഇത് കംപ്ലൈൻ്റ് ആയി, അവർ പരാതി പറഞ്ഞു. അപ്പോൾ അന്നത്തെ സംസ്കാരമൊക്കെ ഇപ്പോൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ കേസ് കൊടുക്കും ആൾക്കാർ. അപ്പോൾ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഇന്നത്തെ എന്താ സൗകര്യം? ഇന്ന് അപ്പോൾ മറ്റുള്ള ഇപ്പോൾ 20ഉം 40ഉം വയസ്സ് എന്നേലും താഴെയുള്ളവരൊക്കെ കണ്ണട വെച്ചുകൊണ്ടാണ് അന്ന് പഠിപ്പിസ്റ്റകളൊക്കെ. എനിക്കാണെങ്കിലും എനിക്ക് കണ്ണിന് യാതൊരു കേടുമില്ല, ഒരു കണ്ണടയും ഞാൻ വെച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ വായിക്കാത്തതുകൊണ്ട്. പിന്നെ ഞാൻ കുറച്ചെന്തൊക്കെയോ വായിച്ച് ഇങ്ങനെ തട്ടിമുട്ടി കണ്ട് എത്തിക്കഴിഞ്ഞതാണ്. പിന്നെ എൻ്റെ ഉമ്മ 8ാം ക്ലാസ് ആയത് കാരണം കുറച്ച് അക്ഷരങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ച് തന്നിരുന്നു. സ്കൂളിലാണെങ്കിലോ എല്ലാവരും ഉച്ചയ്ക്ക് വരില്ല, ഉപ്പുമാവ് കഴിച്ചിട്ട് അവിടെ പോകും. അപ്പം ഞാനും കരുതി ഞാൻ ഒരു ദിവസം, അപ്പം എന്താ 3 ടീച്ചർമാർ എൻ്റെ ഉമ്മാൻ്റെ കൂട്ടുകാരികളാണ്. അവരെൻ്റെ പിന്നാലെ നടന്ന്, പണ്ടത്തെന്ന് വെച്ചാൽ പണ്ടത്തെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരെ മക്കളെന്ന് പറഞ്ഞാൽ ചങ്കാണ്. ഇന്ന് അങ്ങനെയല്ല. അന്നെന്ന് വെച്ചാൽ ഭയങ്കര ബന്ധമായിരുന്നു. വലുതായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവരെ ഇത് ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ളത്. എന്നെ ഇട്ടിട്ട് പരിക്കെടുക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ നന്നായോ? ഇല്ല. അപ്പം നന്നാവും വിചാരിച്ചാൽ നന്നാവുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി പഠിക്കുക, കണ്ട് പഠിക്കുക, അത് ചെയ്ത് പഠിക്കുക, അതിലൂടെ അതിൻ്റെ പിന്നാലെ നടക്കുക. അല്ലാതെ ഈ ബുക്കിലും നോക്കിയിട്ട് വളഞ്ഞു കുത്തി